ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ലേറ്റസ്റ്റായി വരുതേ. ഇതാണ് ഹോശാന ശനിയാഴ്ച ഉണ്ടാക്കുന്ന ഒരു കൊഴുക്കട്ട. മിക്കവരും വീട്ടിലുണ്ടാക്കുന്ന ഒരു സാധനമാണ് ഒരു ജ്യൂസി കൊഴുക്കട്ട. എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം. ഉണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഉണ്ട ശർക്കര നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. മെൽറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ചില സാധനങ്ങൾ ഇടേണ്ടതാണ്. അത് ആദ്യത്തെ സാധനം ഏലയ്ക്ക നല്ലവണ്ണം ഒന്ന് പൊടിച്ച് 3-4 ഏലയ്ക്ക എടുത്ത് പൊടിച്ച് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് തേങ്ങ, ചിരകി വെച്ച തേങ്ങ, നമുക്ക് എത്ര കൊഴുക്കട്ട വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് തേങ്ങ ഇടാവുന്നതാണ്. നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. മിക്സ് ചെയ്തില്ലെങ്കിൽ അത് അടുക്കി പിടിക്കും. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കണം അത് ശർക്കര മെൽറ്റായ ശർക്കര നല്ലപോലെ തേങ്ങയിൽ പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. മിക്സ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് നമുക്ക് ജീരകപ്പൊടി, 1 സ്പൂൺ ജീരകപ്പൊടി ഇടാം. ജീരകപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നല്ലവണ്ണം ശർക്കര മെൽറ്റായത് തേങ്ങ എല്ലാം കൂടി യോജിച്ച് വന്നെന്ന് തോന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ചെറിയ ശകല ഉപ്പ്, ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞു എല്ലാം നല്ലപോലെ യോജിച്ച് വന്ന് ഇത് നമുക്കൊരു 10-20 മിനിറ്റേക്ക് വേണ്ടി ആറാൻ വേണ്ടി വെച്ചേക്കാം. അതിന് മുമ്പ് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടിയത്? കൊഴുക്കട്ടയ്ക്ക് വേണ്ടി അരിപ്പൊടി, എത്ര കൊഴുക്കട്ട എന്ന് വെച്ചാൽ അത്രയും അരിപ്പൊടി എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഉപ്പ് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട്, ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ചൂടുവെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിക്കുക. ചിലവർ അടുപ്പേ വെച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി അതിൻ്റെ അകത്ത് അരിപ്പൊടി ഇടുക. ഇത് വേറൊരു രീതിയിൽ. ഇതിൻ്റെ അകത്ത് 2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച്, നല്ല ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിനെ കുറച്ച് നേരത്തേക്ക് വേണ്ടി അടച്ച് വച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ ഇത് നല്ല ചൂടുവെള്ളമാണ്, അല്ലെങ്കിൽ കൈ പൊള്ളും. കൈ പൊള്ളിക്കഴിഞ്ഞാൽ കൊഴുക്കട്ട ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഉരുട്ടിയെടുക്കണം. നമുക്ക് ചൂടുവെള്ളം ആയത് കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ആവശ്യം വരും. അതുകൊണ്ട് സൈഡിൽ വെള്ളം വെച്ചിട്ടുണ്ട് കൈ നനയ്ക്കാൻ വേണ്ടി. എത്ര കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അത്രയും കൊഴുക്കട്ട ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ശർക്കര വിലയിച്ച് വെച്ചായിരുന്നു, അത് നമുക്ക് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്തെടുക്കാം. ആ മാവ് നമ്മൾ ഉരുട്ടി വെച്ചായിരുന്നല്ലോ, അതിനകത്ത് നമുക്ക് ഒന്ന് നല്ലപോലെ കൈ കൊണ്ട് പരത്തിയെടുത്തിട്ട് അതിൻ്റെ അകത്ത് സ്പൂണും കൊണ്ട് 1 സ്പൂണ് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് അത് നമുക്ക് ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ കൊഴുക്കട്ടയും ഇതുപോലെ ജോയിൻ്റ് ചെയ്തെടുക്കണം, ഉരുട്ടിയെടുക്കണം. ബൈ ചാൻസ് അത് ഇടയ്ക്ക് വല്ലതും ബ്രേക്ക് ആവുകയാണെങ്കിൽ അത് നമുക്ക് ആ ഇച്ചിരി ഒന്ന് കൈ ഒന്ന് നനച്ച് അല്ലെങ്കിൽ മാവൊന്ന് അതിൻ്റെ അകത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു കുഴപ്പമില്ല. നല്ല മധുരമുള്ള ജ്യൂസി ആയിട്ടുള്ള കൊഴുക്കട്ട. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നമ്മൾ ഓൾറെഡി അടപ്പ് ചാലുവാക്കി അത് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 1 by 1 വെച്ച് നമുക്ക് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് പറയണേ ഇതെങ്ങനെ ഉണ്ടായിരുന്നു. കൊഴുക്കട്ട ജ്യൂസി ആയിട്ടുള്ള ശർക്കരയും കൊണ്ട് ഉണ്ടാക്കുന്ന, പഞ്ചസാരയല്ല ശർക്കരയും കൊണ്ട് ഉണ്ടാക്കുന്ന കൊഴുക്കട്ട. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് തേങ്ങ വിളയിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇടാം. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇതൊക്കെ ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഇട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഹായ്, അടിപൊളി, സൂപ്പർ. പപ്പട കമ്പിയും കൊണ്ടൊന്ന് കുത്തി നോക്കുക. നമ്മൾ കേക്ക് കുത്തി നോക്കുന്ന പോലെ ക്ലീനായിട്ട് ഇറങ്ങി വരുവാണെങ്കിൽ നമ്മുടെ കൊഴുക്കട്ട റെഡിയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ലേറ്റ് ആയാലും ലേറ്റസ്റ്റായി വരുതേ. എല്ലാവരും ട്രൈ ചെയ്യുക ജ്യൂസി കൊഴുക്കട്ട. താങ്ക് യു ഓൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.